മുകേഷ് ഇപ്പോൾ കൊല്ലത്തെ അദ്ദേഹത്തിന്റെ വസതിയിലില്ല, എറണാകുളത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പക്ഷേ ഇന്നും പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസവും യുവജന സംഘടനയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ യുവമോർച്ചയുടെ പ്രതിഷേധം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ആ പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അരുൺ രാജ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് മഹിളാ കോൺഗ്രസ് ഈ മുകേഷിന്റെ വസതിയിലേക്ക് ഈ മാർച്ച് നിശ്ചയിച്ചത്. ഈ മാർച്ച് ഇപ്പോൾ പോലീസ് മുകേഷിന്റെ വീടിന് പ്രതിഷേധം ഇപ്പോഴും മഹിളാ കോൺഗ്രസുകാർ തുടരുകയാണ്. ഈ മഹിളാ കോൺഗ്രസ് പറയുന്നത് മുകേഷ് കൊല്ലത്തിന് അപമാനമാണ്. ഇത്തരമൊരു ആരോപണം നേരിട്ട പശ്ചാത്തലത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം എന്ന ആവശ്യമാണ് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമീപമായി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ പ്രതിഷേധം കനപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പ്രകടനം ഇപ്പോൾ എത്തുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രകടനം, ഈ പ്രതിഷേധങ്ങളടക്കം ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ മുകേഷ് ഈ കൊല്ലത്തെ വസതിയിലില്ല. അദ്ദേഹം എറണാകുളത്തേക്ക് ഇന്നലെ തന്നെ യാത്ര തിരിച്ചതാണ്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ വസതിയുടെ 100 മീറ്റർ ചുറ്റളവിൽ പരിപൂർണമായ പോലീസ് നിയന്ത്രണം തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ബന്ദോബസ്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് അപ്പുറത്തേക്ക് കടന്നാൽ അത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പോകാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ മുകേഷിനെതിരെ തിരിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ മറുപക്ഷവും തയ്യാറാകും. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം ഒരു പരിധി വിട്ട് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു തന്നെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ നേരമായി ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ തുടരുകയാണ്. പോലീസ് ഇത് കർശനമായി തന്നെ അതിനെ നേരിടാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതായാലും ഈ പ്രതിഷേധം, ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഈ പ്രതിഷേധം കൂടുതൽ ശക്തിയാർജിക്കുക എന്നുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ കടക്കുന്നത്. പോലീസ് ഇത് ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ AICC മെമ്പർ കൂടിയായ ബിന്ദുകൃഷ്ണൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് ഈ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വനിതാ പോലീസുകാരെ കൂടി ഈ ഉള്ളിലേക്ക് വിട്ടുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ നേരിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് ഈ അകത്തേക്ക് കടന്ന മഹിളാ കോൺഗ്രസുകാരെ നേരിടാൻ നിലവിൽ വനിതാ പോലീസുകാരെ തന്നെ ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ഈ പ്രതിഷേധം ഈ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ പ്രതിഷേധം അരുൺരാജാണ് കൊല്ലത്ത് വിവരങ്ങൾ നൽകിയത്. മുകേഷിന്റെ കൊല്ലത്തെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. അവിടെ പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടയുകയാണ്. ഇടവേള.